ഹലോ, ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ലുലു മാളിൽ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഷീർക്കാനെ വരാൻ വേണ്ടി കാത്തിക്കുകയാണ് കേട്ടോ. നമ്മൾ ട്രെയിനിലാണ് പോകാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഷെബിനെ കൊണ്ടുപോകുന്നുണ്ട്, ഐഷുവിനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. അപ്പോൾ സ്റ്റേഷനിലെത്തി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. 8:15 കേട്ടോ ട്രെയിന്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടൊന്ന് ചിരിച്ചു തന്നതാണ്, പക്ഷെ ചീറ്റിപ്പോയിട്ടോ. കാരണം ഞാൻ താഴോട്ടാണ് വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ ഐശ്വര്യയും ഷെബിനൊക്കെ പാടെ കൂട്ടി പോകാമെന്നൊക്കെ കരുതിയതാണ്. പക്ഷെ റിസർവ് ചെയ്യാൻ കിട്ടിയില്ല കേട്ടോ. അതാണ് പിന്നെ തിരക്കുണ്ടാവും എന്താണെന്നും അറിയില്ലല്ലോ. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്നൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇരിക്കാൻ പോലും സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ആലുവയിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ അവരൊക്കെ പിന്നെ ഉച്ചക്കുള്ള ബിരിയാണിയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ വെള്ളപ്പം മുട്ട റോസ്റ്റുമാണ് കേട്ടോ. അവിടുന്ന് പിന്നെ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന ടൈമിൽ 11:15 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഹെവി ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് ലേറ്റായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മെട്രോയുടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷെബിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ട്രെയിനിൽ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ സീറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അവർക്കും ആ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് തന്നെ മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര താല്പര്യമായിരുന്നു ട്രെയിനിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇനി മെട്രോയിലും കയറണം എന്ന് പറഞ്ഞപ്പോൾ ഇനി എത്ര ടൈം ഉണ്ടാവും പറഞ്ഞപ്പോൾ ട്രെയിനിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ അവനക്ക് എന്തോ പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർക്ക് മെട്രോ ട്രെയിനിൽ കയറിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൽ പിന്നെ നല്ല സുഖമാണല്ലോ, തണുപ്പും AC ഒക്കെ ആയിട്ട്. അപ്പം എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയതാണ് കേട്ടോ. ലുലു മാൾ പോയിട്ട് കുറേ കാലമായി. അപ്പോൾ എന്തായാലും പിന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു ഗ്യാപ്പിൽ പോകാമെന്ന് കരുതിയതാണ് കേട്ടോ. പക്ഷേ ട്രെയിനിൽ നിന്ന് ഒരു തൃശ്ശൂരൊക്കെ കണ്ട് എത്തിയപ്പോൾ ഒരു ഭയങ്കര ബാഡ് സ്മെല്ല്. റെയിൽവേ സ്റ്റേഷനാണല്ലോ, അപ്പോൾ ഭയങ്കര ഒരു ബാഡ് സ്മെല്ല് വന്നു. അപ്പോൾ എനിക്കെന്തോ ഞാനിപ്പോൾ ഛർദ്ദിക്കുന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടോ. ആകെ എന്തൊക്കെ കൂടി ആയിപ്പോയി. തല കറങ്ങുന്ന പോലെയും എന്തോ എനിക്കൊന്നും ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റാത്ത പോലെയൊക്കെ ആയിട്ടോ. എനിക്കങ്ങനെ തലകറക്കം കാര്യങ്ങളൊന്നും ഉണ്ടാവലില്ല. പക്ഷെ ആ ഒരു സമയത്ത് എന്താ പറ്റിയെന്നൊക്കെ അറിയില്ല. ഷേർക്കാക്കയാണെന്നുണ്ടെങ്കിൽ ഷെബിക്ക് വെള്ളം വേണം പറഞ്ഞിട്ട് വെള്ളം വാങ്ങാനും പോയിട്ടുണ്ടായിരുന്നു. ഒന്നും മനസ്സിലാവാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ. പക്ഷെ ഞാനൊക്കെ പിന്നെ വന്നപ്പോഴും ഷേർക്കാക്ക ചോദിച്ചു എന്താണ് നമുക്ക് വെയ്യെന്നൊക്കെ ചോദിച്ചു. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. കാരണം എൻ്റെ ഒരു ഇതിലും പോകുന്നതാണ്. ഞാൻ അപ്പം പറഞ്ഞിട്ട് ഇനി ഒന്നും ആവണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ ആ വെള്ളം കുടിച്ചപ്പോൾ എന്തോ ഒന്നാണ്ട് ശരിയായിട്ടോ. അപ്പോൾ എന്താണ് അപ്പോൾ സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. പെട്ടെന്ന് ഞാൻ ആകെ കണ്ട് ബ്ലാക്ക് ഔട്ടായി പോയപ്പോൾ തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ മെട്രോയുടെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഇരിക്കാനുള്ള സ്ഥലം നോക്കുകയാണ്. അവസാനം നമുക്ക് ഈ ഗ്ലാസ്സൊന്നും ഇല്ലാത്തൊരു ഭാഗത്താണ് കേട്ടോ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ക്യാമറ കാണുമ്പോൾ കോപ്രായങ്ങൾ കാട്ടുന്ന മക്കൾ ആർക്കെങ്കിലും ഉണ്ടോ? ഇവൻ്റെ ഒരു ഫോട്ടോ നേരെ കിട്ടൂല കേട്ടോ. ഫുള്ള് എന്തെങ്കിലും കോസ്റ്റ് കാണിച്ചിട്ടാണ് നിൽക്കുള്ളൂ കേട്ടോ. ലുലു മാൾ കയറിയപ്പോഴും കുറേ ഫോട്ടോ എടുക്കാനൊക്കെ നോക്കി, എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവൻ്റെ ഒരു ഫോട്ടോ ഒക്കെ 2-4 ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ഫുള്ള് ഞാൻ ചിരിച്ച് ചത്തായിരുന്നു. കാരണം അമ്മാതിരി ഓരോ ഗോഷ്ടികളൊക്കെയാണ് അവൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്കപ്പോൾ ക്ലാസ് ഇല്ലാത്ത ഭാഗത്താണ് സീറ്റ് കിട്ടിയത് കാരണം കൊണ്ട് ഷീർക്കാക്ക് പുറത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നിന്നിട്ടൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ലുലുവിലേക്ക് നേരെയുള്ള എൻട്രിയാണ് കേട്ടോ. പിന്നെയൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഊരവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ അതൊന്നും കാര്യമാക്കാതെ നല്ല രീതിയിൽ തന്നെ പിന്നെ കുഴപ്പമുണ്ടല്ല. പിന്നെയുള്ള ടെൻഷൻ മുഴുവൻ തിരിച്ചു വരുമ്പോഴും ഇതിലും കൂടുതൽ തിരക്കല്ലേ കാരണം. അപ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവുമല്ലോ, പോകുന്ന ഇൻട്രസ്റ്റ് നമുക്ക് വരുമ്പോൾ ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് തന്നെ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ ആ ട്രെയിനിൽ കയറിയിട്ട്. അപ്പം പിന്നെ തിരിച്ചു വരുമ്പോഴും ഇതിൽ തന്നെ പോകണ്ടേന്നൊക്കെ കരുതിയിട്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലുലു മാളിലേക്ക് എത്തി. അപ്പോൾ ഇനി ഇത്ര കഷ്ടപ്പെട്ട് പോകണമെന്നൊക്കെ ചിലർ ചോദിക്കും. പക്ഷേ നമുക്ക് നമ്മുടേതായ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇനി കുറച്ച് കാലത്തിന് ഞാൻ ഉള്ളിൽ തന്നെ ആവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിട്ടുള്ളത് കേട്ടോ. ലുലുന്ന് മെയിനായിട്ട് നമ്മൾ ഫാഷൻ സ്റ്റോറിലും അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് നമ്മളവിടെ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ ഓരോ ഐറ്റംസും ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കാണുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ കാണാൻ തന്നെ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകണതൊക്കെ നല്ല ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറിലാണ് ഉള്ളത്.
അപ്പോൾ അവിടെ ഓണത്തിൻ്റെ കളക്ഷൻസും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഐശുവിനെ കൊണ്ടാവാത്തതിൽ ഭയങ്കര ഇടങ്ങേറുണ്ടായിരുന്നു കേട്ടോ പോകുന്ന ടൈമിൽ. പക്ഷേ ട്രെയിനിൽ കയറിയപ്പോഴത്തേന് ആ ഒരു ഇടങ്ങേറ് മാറി. കാരണം നമുക്ക് തന്നെ സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുവരാത്തത് നന്നായിന്ന് അപ്പം തോന്നിയിരുന്നു. പിന്നെ എൻ്റെ കണ്ണ് പോകുന്നതൊക്കെ അവൾക്ക് എന്തെങ്കിലും പോകുമ്പോൾ സന്തോഷത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കണം. അപ്പം അങ്ങനെ കുറേ നോക്കുക ചെയ്തു. ഷെബിയാണെന്നുണ്ടെങ്കിലും ആദ്യം കുറേയൊക്കെ മെല്ലെ മെല്ലെ അത് വാങ്ങിത്തരുമോ ഇത് വാങ്ങിത്തരുമോ ചോദിച്ചു. പിന്നെ അവൻ്റെ സൗണ്ടും ഭാവങ്ങളൊക്കെ എന്തായാലും കിട്ടിയേ തീരുമോ എന്നുള്ള രീതിയിലൊക്കെ ആവൽ തുടങ്ങി കേട്ടോ. എന്നാലും വല്ലാതെ ഇടങ്ങറാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു ഇതൊക്കെ ഡ്രസ്സൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, നമ്മളെ ഓണം കളക്ഷന്. പിന്നെ ഡ്രസ്സൊന്നും ഞാൻ വല്ലാതെ നോക്കാൻ നിന്നിട്ടില്ല കേട്ടോ, ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ കുറേ ടോയ്സിൻ്റെ കുറേ കണ്ടു കേട്ടോ. അപ്പോൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങണം എന്നൊക്കെ തോന്നും. പക്ഷേ റേറ്റ് കാണുമ്പോൾ പിന്നെ അങ്ങനെ വെക്കും കേട്ടോ. ടോയ്സിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഞാൻ അധികം ചുറ്റിക്കറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങളും അങ്ങനെ വാങ്ങാൻ പറ്റില്ല, നമുക്ക് തിരിച്ചു പോകേണ്ടതും അല്ലേ. അപ്പം അങ്ങനെ അതും തിരക്കൊക്കെ ആകുമ്പോൾ പറ്റൂലല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് അങ്ങനെ വേണം തോന്നുന്ന ഐറ്റംസ് മാത്രം വാങ്ങാമെന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് നമുക്ക് കാണാൻ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഐശുവിനെ കൊണ്ടാത്തത് കാരണം കൊണ്ട് അവൾക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണം. അതുപോലെ ഷെബിക്ക് ക്രയോൺസും ഒക്കെ നല്ലൊരു വലിയ പെട്ടിയിൽ വാങ്ങണം എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനത്തെ വലിയ ബോക്സ് ഞാൻ കാണാനിട്ടാണോ എന്താണെന്ന് അറിയില്ല, അങ്ങനെ പെട്ടിയിലുള്ളതൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. നമ്മളിവിടെയൊക്കെ ഷോപ്പിലുള്ള പോലത്തൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസ് അങ്ങനെ നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ പസിൽസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടിയിൽ വരുന്നതൊക്കെ നോക്കിയപ്പോൾ ഓയിൽ പേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ നേരം നോക്കി നിന്നു, എന്തെങ്കിലും വാങ്ങല്ലോ എന്നൊക്കെ കരുതിയിട്ട്. കുറേ ബാർബി ഡോൾസും കാര്യങ്ങളും നല്ല ഭംഗിയുള്ളതൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ നല്ല റേറ്റും ഉണ്ട്. പക്ഷെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. പണ്ട് ഞാൻ ലുലു മാളിൽ വന്നപ്പോഴൊക്കെ നമ്മൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നോക്കുമ്പോൾ അവർ ഫോട്ടോ എടുക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ വീഡിയോ എടുക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ ഞാൻ പിടിക്കാറ്. ഞാൻ ആരും അറിയാത്ത പോലെയാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോക്ക് ഇത്രയും കുലുക്കങ്ങളും ചാട്ടങ്ങളും അതുപോലെ കറക്റ്റ് ഞാൻ വിചാരിക്കുന്ന സാധനങ്ങളൊന്നും ആവില്ല ഈ വീഡിയോയിൽ കാണുക. നമ്മളിപ്പോൾ വലിയ വ്ളോഗറും കാര്യങ്ങളും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ആര് ചോദിച്ചാലും ഞാൻ ഇന്ന ചാനലിൻ്റെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാമല്ലോ. പക്ഷേ ഇത് ഇത്രയും ചെറിയ ചാനലിലൊരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്കും അങ്ങനെ വീഡിയോ എടുക്കുന്നത് അതുപോലെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അതൊന്നും ആരും എൻ്റെ ഒപ്പം ഉണ്ടാവണത് എനിക്കത്ര ഇതില്ല കേട്ടോ. ആരും അറിയാതെ ആരോടും പറയാതെ ആരും കേൾക്കാതെ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെയാണ് കേട്ടോ അതൊക്കെ ചെയ്യുക. എനിക്കെന്തോ അതൊക്കെ ഭയങ്കര ചമ്മലാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറേ കണ്ട വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്തും കുറേ ഡോൾസും കാര്യങ്ങളുണ്ട്. അപ്പുറത്ത് കുറേ ഇതിനേക്കാളും വലിയ ഡോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. 1000 എത്രയൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു അതിനൊക്കെ. ഇതും റേറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. ഓരോന്നിനും ഓരോ ഡ്രസ്സും അവരുടെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗി തന്നെയാണ് കാണാൻ. അപ്പോൾ ഈ ഒരു ഡോളും ഞാൻ വാങ്ങിയാലോ ഐശ്വര്യ എന്നൊക്കെ കുറേ കരുതി. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ ഒരു ഡോള് ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുക്കും കേട്ടോ. ആ ഡോൾസിൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ഒന്നുകൊണ്ട് കൊഞ്ചിക്കാനൊക്കെ തോന്നും. അവിടെ ആ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു ബേബി ഡോളിലൊക്കെ ഒരു ബേബി ഗേളിൻ്റെ ഒരു ഡോളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഷെബിയാണെന്നുണ്ടെങ്കിലും ഓരോന്നും അങ്ങനെയൊക്കെ തന്നെ ഞാൻ കാട്ടണ പോലെ തന്നെ ഓരോ അതിനും മേലെ കൊഞ്ചിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഷീർക്കാക്കും പറയിച്ച് കാട്ടണ്ടിട്ടാണ് ഓൻ കാട്ടണത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ലൊരു ക്യൂട്ടാണല്ലോ, നമുക്കങ്ങനെ ചെയ്യാൻ തോന്നും ചെയ്യും കേട്ടോ. പിന്നെ അവനക്ക് കുറേ ഈ റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന വണ്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒക്കെ കുറേ ഷെബിക്ക് നോക്കിയിട്ട് ചേർക്കാക്ക. പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കാരണം അതൊക്കെ 1-2 വട്ടം യൂസ് ചെയ്താൽ പിന്നെ അതൊന്നിനും പറ്റില്ല. ആ റിമോട്ടൊക്കെ പെട്ടെന്ന് അവൻ കേടുവരുത്തുകയും ചെയ്യും. കേടുവരുത്തിയാൽ പിന്നെ അത് ഒരു ഇതില്ലാതാവും.
പിന്നെ അതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെയും നമ്മൾ കുറേ റേറ്റ് കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ, അവനാണെങ്കിൽ എന്തെങ്കിലും വേണം 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 പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ഇവിടെ നിന്നൊന്നും വാങ്ങിയില്ല. നമ്മൾ പിന്നെ എനിക്ക് ക്രയോൺസ് വാങ്ങിത്തരാം, അത് വാങ്ങിത്തരാം, അത് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ ഫാഷൻ സ്റ്റോറിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനക്ക് എന്തെങ്കിലും വേണം തോന്നിയാൽ പിന്നെ ഒരു കരച്ചിലും വാശിയും കുറുമ്പൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അവനെ കൊണ്ടുപോകുമ്പോൾ തന്നെ അത് ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കരഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പോകുന്നതിൻ്റെ മുന്നേ കുറേ ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഇതൊന്നും വേണമെന്ന് പറയരുത് അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് വേണം ഇത് വേണം വാങ്ങിച്ചു തരുമെന്നൊക്കെ ചോദിച്ചാലും അതിന് കുറുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ടോയ്സിൻ്റെ അവിടെ നിന്ന് വല്ലാതെ ചുറ്റിക്കറങ്ങാതെ അവിടെ നിന്നാണ് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം അവന് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഷീർക്കാക്ക് പിന്നെ വാച്ച് വാങ്ങിക്കൊടുക്കാട്ടോ. വാച്ച് നോക്കി, അതും അങ്ങനെ അത് ശരിയായില്ല കേട്ടോ. അപ്പോൾ വാച്ചും പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഓനൊരു മുഖം മൂടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ കുറേ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ പേടിയാവുണ്ടല്ലേ. ഇതൊന്നും ഇല്ലാതെ തന്നെ അവനക്ക് എപ്പോഴും ഐശ്വര്യനെ പേടിപ്പിക്കല പണി. അപ്പോൾ പിന്നെ അതും കൂടി വാങ്ങിക്കൊടുത്താൽ അത് ശരിയാവില്ല. പിന്നെ ഇവിടെ ഒരു കാറ് കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് അയിമ പിടിച്ചു നോക്കലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഇങ്ങനെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വല്ലാതെ ഐറ്റംസൊന്നും നമുക്ക് വാങ്ങാനും പറ്റൂല. അപ്പോൾ പിന്നെ ഇതൊക്കെ പിന്നെ ഷീർക്കാക്ക് വാങ്ങാറുണ്ട്. അപ്പോൾ ഞാൻ റേറ്റ് നോക്കി നോക്കി കുറവുണ്ടോ നോക്കി നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയിട്ട് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, 500 ഗ്രാമിൻ്റെ. പിന്നെ കാര്യമായിട്ടൊന്നും വാങ്ങാനില്ലെങ്കിൽ പോലും നമ്മൾ ട്രോളി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു 2 ഐറ്റം ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും കണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതും കയ്യും പിടിച്ച് ഒരു തലക്കുന്ന ഒരു തല വരെ പോകണ്ടേ. ഇപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഷീർക്കാക്ക് എന്തായാലും ട്രോളി എടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷെബിയാണെന്നുണ്ടെങ്കിലും കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഓനക്ക് വേണ്ട ഐറ്റംസൊക്കെ അവനക്ക് ചിലപ്പോൾ അത് എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ ഈ ക്യാനിലാക്കിയിട്ടുള്ള ഫിഷ് അങ്ങനെയൊക്കെ ഓന് നല്ല ബോക്സ് എന്താ കാണിച്ചാൽ അതൊക്കെ എടുത്തിടുക അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ അതിന് കുറച്ച് ഇതാക്കിയിട്ട് ഇതെന്തായാലും ഈ വണ്ടി ഉന്തി നടന്നു പറഞ്ഞിട്ട് അവനെ വണ്ടി ഉന്തി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നമായിരുന്നു കേട്ടോ. അവനൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പോലെ പോവുകയായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ പിന്നെ ഒച്ചട്ടിട്ടും അടിച്ചിട്ടും അങ്ങനെയൊക്കെ കുറച്ചൊരു സീനാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്രെയിനിൽ നിന്ന് പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും നോക്കുമെന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ് കേട്ടോ. ഡാർക്ക് ഫാൻറ്റസിയുടെ ഈ ഒരു ബിസ്ക്കറ്റ് ഓനെ ചീത്ത പറഞ്ഞതിൻ്റെ ഒരു മുഖഭാവമാണ് കേട്ടോ ആ ഉള്ളത്. പിന്നെ നല്ല ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെയാണ് ശരിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോന്നും ഓനെ ചീത്ത പറഞ്ഞാലൊക്കെ അവനക്ക് ഭയങ്കര സങ്കടമാണ്. ഇതിനും അങ്ങനെ ഒച്ചടാതെ ഇതാക്കാതെ അവൻ പറഞ്ഞാൽ കേൾക്കില്ല, എത്ര പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാതെ തന്നെ ഞാൻ കുറേ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ ആ ഭാഗത്തൊക്കെ എത്തിയപ്പോഴാണ് ഈ വായമാനയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കേട്ടോ. ഇവിടെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മല്ലിച്ചപ്പും പുതിനയൊക്കെ കുറേ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു മണം ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ആ ഒരു മണം ഇഷ്ടമൊക്കെ തന്നെ ആവും അല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ വെജിറ്റബിൾസൊന്നും നമുക്കങ്ങനെ വാങ്ങി കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫ്രൂട്ട്സും നോക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊക്കെ നമ്മളിങ്ങനെ നമ്മളിത് കൊണ്ടുപോകണ്ടേ എന്നുള്ള രീതിയിൽ ഒന്നും അങ്ങനെ വാങ്ങുകയൊന്നും ചെയ്തില്ല. പിന്നെ എല്ലാ സാധനവും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും കിട്ടാനൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ഡേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും വല്ലാതെ എല്ലാവും നോക്കിയിട്ടൊന്നല്ല, പക്ഷെ എന്നാലും നമുക്ക് ഒന്ന് കുഴപ്പമില്ലാതെ തോന്നിയത് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അയാളെ നേരാക്കി വെക്കുന്നത് മധുരപ്പുളിങ്ങയാണ് കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. തായ്ലൻഡ് ടാമറിൻ്റെ ഉണ്ടല്ലോ, അതാണ് കേട്ടോ സംഭവം. കഴുകി തിന്നാനടാ.
ജസ്റ്റ് നമുക്ക് കാണാമല്ലോ. പിന്നെ ഇവിടുന്ന് അങ്ങനെ ഫുഡ് വാങ്ങിയിട്ട് മേലെ പോയി കഴിക്കാന്നുള്ള രീതിയിൽ എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി നോക്കിയതാണ് കേട്ടോ. അപ്പോഴാണ് നമ്മൾ യൂട്യൂബിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ബോൾ ഗ്രേപ്സിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ കുടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അതും വാങ്ങാൻ പറഞ്ഞിട്ട് അതും, അതുപോലെ തന്നെ നമ്മുടെ ബി നാച്ചുറലിൻ്റെ അത് ചെറിയ കുപ്പിയാണല്ലോ ഈ ബോൾ ഗ്രേപ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആ ബി നാച്ചുറലിൻ്റെ ഒരു ആപ്പിൾ ജ്യൂസും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ ഇത് ഇങ്ങനത്തെ കൊഞ്ചന പാത്രമാണ്, ഡ്രൈ ആണ്, കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മളങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. മെട്രോയിൽ കയറി നമ്മൾ എടപ്പള്ളി ആലുവയ്ക്ക് മെട്രോ കയറാതെ നമ്മൾ എറണാകുളത്തേക്കാണ് കേട്ടോ കയറിയത്. അത് കാരണം കൊണ്ട് നമുക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ. പിന്നെ നമ്മളങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ ട്രെയിനിൽ കയറി. പിന്നെ നല്ല തിരക്കായിരുന്നു. അവിടെ നിന്ന് കയറുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയില്ല. പിന്നെ ഫുള്ളായിട്ട് സ്ക്രീനൊക്കെ ചെവിനൊക്കെ ചേർത്തൊക്കെ മടിയിലൊക്കെ ആദ്യം അവനൊക്കെ പിന്നെ അങ്ങനെ ആൾ കൂടിയപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കായിരുന്നു. നമ്മുടെ ഇവിടെ പട്ടാമ്പി എത്തിയിട്ടും തിരക്കൊന്നും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മറ്റേത് ഈ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും കുറേയൊക്കെ ഒഴിയേണ്ടതല്ലേ, അങ്ങനെയൊന്നും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നെ വീട്ടിലെത്തി ഐഷുവിന് ഒരു സ്ലേറ്റാണ് കേട്ടോ വാങ്ങിയ. സ്ലേറ്റ് പറയുമ്പോൾ ഒരു വേറൊരു തരം സ്ലേറ്റ് അതാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് അതങ്ങനെ കൊടുക്കും.